മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 32-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേ ഹനി വാരിധാരാപരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുദ്ഘൂർണമാനഃശരണം യയൗ ത്വം. കൽപ്പം പ്രളയം കാണാൻ മോഹമുണ്ട് എന്ന് പറഞ്ഞതായ സത്യവ്രത മഹർഷിയോട്, രാജർഷിയോട് ഭഗവാൻ 7 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ 7 ദിവസം കഴിഞ്ഞു. പ്രാപ്തേ ത്വദുക്തേ ഹനി, ത്വദുക്തേ അങ്ങയാൽ പറയപ്പെട്ടതായ, ഭവാനാൽ ഉക്തം പറയപ്പെട്ടത്, ത്വദുക്തേ അങ്ങയാൽ പറയപ്പെട്ടതായ അഹനി. അഹസ് അഹ എന്ന് പറഞ്ഞാൽ പകല്, ദിവസം. ദിവസം എന്നും പകലിനും 2 അർത്ഥമുണ്ട്. ആ ദിവസം വന്നു ചേർന്നപ്പോൾ പ്രാപ്തേ ത്വദുക്തേ അനി, അത് പ്രാപ്തേ എത്തിച്ചേർന്നപ്പോൾ, ആ ദിവസം വന്നപ്പോൾ 7 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞുല്ലോ. ആ 7 ദിവസം കഴിഞ്ഞപ്പോൾ ത്വദുക്തേ അഹനി, അങ്ങയാൽ പറയപ്പെട്ടതായ ദിവസം പ്രാപ്തമായപ്പോൾ വാരിധാരാപരിപ്ലുതേ ഭൂമിതലേ, ഭൂമിതലേ ഭൂമി മുഴുവൻ, അങ്ങ് പറഞ്ഞതായ ആ ദിവസം വന്നപ്പോഴേക്കും ഭൂമിതലം മുഴുവൻ, ഭൂമിയുടെ പരപ്പ് മുഴുവൻ, ഭൂഭാഗം മുഴുവൻ, ഭൂമി മുഴുവൻ വാരിധാരാപരിപ്ലുതേ, വാരിധാര വെള്ളത്തിൻ്റെ വർഷം, ആ ജലത്തിൻ്റെ വർഷം, അതായത് അത്യധികമായിട്ടുള്ള ജലവർഷം കൊണ്ട്, മഴ കൊണ്ട് പരിപ്ലുതമായി തീർന്നു, മുങ്ങിപ്പോയി എന്നാണ്. ഭൂഭാഗം മുഴുവൻ ഈ അത്യധികമായ ജലത്തിൽ മുങ്ങി, വെള്ളത്തിൽ മുങ്ങിപ്പോയി ഭൂമി മുഴുവൻ എന്നാണ്. ഭൂതലം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായി. വാരിധാരാ പരിപ്ലുതേ, വാരിധാര വാരിയുടെ ധാര, അതിമായിട്ടുള്ള ധാരാവർഷം തന്നെ. ആ വർഷം കൊണ്ട് പരിപ്ലുതമായപ്പോൾ, മൂടപ്പെട്ട സമയത്ത് മുനീന്ദ്ര, ആ മുനീന്ദ്രനായ സത്യവ്രതൻ, മുനീന്ദ്രനും രാജർഷിയൊക്കെയാണ് ആ സത്യവ്രതൻ, മുനീന്ദ്ര സപ്തർഷിഭി സാർദ്ധം, സപ്തർഷികളോട് കൂടിയിട്ട്, സപ്തർഷികളും ഉണ്ടായിരുന്നു, സപ്തർഷികൾ മാത്രം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഇതിൽ മുങ്ങിപ്പോയി എന്നാണ് അർത്ഥം. സപ്തർഷികളും ഈ സത്യവ്രതനും കൂടി, സപ്തർഷിഭി സാർദ്ധം, സപ്തർഷികളോടുകൂടി, സാർദ്ധം എന്ന് വെച്ചാൽ കൂടി എന്നുള്ള അർത്ഥം. സപ്തർഷികളോടുകൂടി അപാരവാരിണി ഉദ്ഘൂർണമാനഹ, അപാരവാരിണി പാരം ഇല്ലാത്തതായിട്ടുള്ള, പാരം എന്ന് വെച്ചാൽ മറുകര ഇല്ലാത്തതായ അപാരമായിട്ടുള്ള വാരി ജലം, അപാരവാരിണി മറുകര ഇല്ലാത്ത ജലത്തിൽ, മറുകര ഭൂമി മുഴുവൻ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കര, അപ്പുറത്തൊരു കര ഇല്ലല്ലോ. അങ്ങനെ അപാരവാരിണി പാരമില്ലാത്തതായ, മറുകര ഇല്ലാത്തതായ ജലത്തിൽ ഉദ്ഘൂർണമാനഹ, അതിലിങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. നീന്തൽ നിശ്ചയമില്ലാതെ ആകപ്പാടെ കൂടിയിട്ട് ബുദ്ധിമുട്ടി ഈ ജലത്തിൽ അങ്ങനെ കറങ്ങുന്നതായിട്ടുള്ള സമയത്തിൽ ഉദ്ഘൂർണമാനഹ ശരണം യയൗ ത്വം, അങ്ങയെ ശരണം പ്രാപിച്ചു. പ്രളയം കാണാനല്ലേ മോഹം ഉണ്ടായിരുന്നത്, ആ പ്രളയം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ കാണിച്ചു കൊടുക്കുകയല്ല, അതിൽ പെടേണ്ടിയും വന്നു. ഉദ്ഘൂർണമാനഹ, അതിൽ പെടേണ്ടതായി വന്നു. അങ്ങനെ ചുറ്റി കറങ്ങി പരിഭ്രമിച്ച് കറങ്ങുന്നതായ, ജലത്തിൽ കറങ്ങുന്നതായ ആ സമയത്ത് ശരണം യയൗ ത്വം, അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. ത്വം അങ്ങയെ ശരണം യയൗ, ശരണം പ്രാപിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. ധരം ത്വദാദേശകരീമവാപ്താം മൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയൻ. ധരാം ത്വദാദേശകരീം അവാപ്താം, അപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച, ശരണം കൊടുക്കാണ്ട പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങയുടെ ആജ്ഞപ്രകാരം ത്വദാദേശകരീം, അങ്ങയുടെ ആദേശം നിർദ്ദേശം അനുസരിച്ച് അവാപ്താം എത്തിച്ചേർന്നതായ ഈ സപ്തർഷികളുടെയും സത്യവ്രതൻ്റെയും സമീപത്തേക്ക്
അവാപ്പതയായി വന്നു ചേർന്നു. ആര്? ധരാ, ഭൂമിദേവി തന്നെ. ഭൂമിദേവി ഇവരുടെ അടുത്തേക്ക് വന്നു എന്നാണ്. എങ്ങനെ? നൗരൂപിണിയും, നൗരൂപിണിയായിട്ട്. നൗ എന്ന് വെച്ചാൽ ഒരു വഞ്ചി, തോണി, കപ്പൽ എന്നൊക്കെ പറയുന്നുണ്ട്, അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ നൗരൂപിണിയും ഒരു വഞ്ചിയുടെ രൂപത്തിൽ, തോണിയുടെ രൂപത്തിൽ, നൗരൂപിണിയും രൂപം ധരിച്ചതായ, നാവിൻ്റെ രൂപം ധരിച്ചതായ, തോണിയുടെ രൂപം ധരിച്ച് ധരാം വന്നതായ ധരാം, ഭൂമിയെ, ധരാം ച ഭൂമി, ഭൂമിദേവിയെ ത്വദാദേശകരീം. എങ്ങനെയാണ് ഭൂമിദേവി വന്നത്? ത്വദാദേശകരീം, അങ്ങയുടെ ആദേശം സ്വീകരിച്ചുകൊണ്ട് വന്നതായ നവരൂപിണിയായ ഭൂമിയെ ധരാം ആരുരുഹു സ്തദാ തേ ആരുരുഹു, അവർ ആ തോണിയിൽ കയറി. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ കണ്ട് വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്നതായിട്ടുള്ള അതൊക്കെ ഈ തോണി അവരുടെ സമീപത്തെത്തിയപ്പോൾ എല്ലാവരും ഏതായാലും ആ തോണിയിൽ കയറുക എന്നുള്ള നിലയിൽ തോണിയിൽ കയറി. നവരൂപിണിയും ആരുരുഹു കയറി. ആരുരുഹു തദാ തേ, തദാ അപ്പോൾ ആ ധര അടുത്ത തോണിയായിട്ട് വന്നു ചേർന്നപ്പോൾ അവർ അതിൽ തോണിയിൽ, തദാ അപ്പോൾ, തേ അവർ ആ തോണിയിൽ ആരുരുഹു കയറി. ഇനി തൽക്കമ്പ കമ്പ്രേഷു ച തേഷു, എന്നിട്ടോ തോണിയിൽ കയറി എന്ന് വെച്ചിട്ട് കാര്യമായില്ല. ആ തോണി കിടന്ന് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ തുടങ്ങി. തൽക്കമ്പ കമ്പ്രേഷു, ആ തോണിയുടെ കമ്പം കൊണ്ട്, വിറയൽ കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ആടുകയാണ്. ഈ പ്രളയജലത്തിൽ തോണി തുഴയാനൊന്നും ആരുമില്ലല്ലോ. അപ്പം അങ്ങനെ അതിങ്ങനെ ഇളകി മറിഞ്ഞും കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ തോണിയുടെ കമ്പം കൊണ്ട്, വിറയൽ കൊണ്ട് കമ്പ്രേഷു ഇവരൊക്കെ പേടിച്ചിറങ്ങി. തോണിയിൽ കയറി എന്നുള്ളത് കൊണ്ടായില്ല, പക്ഷെ ആ തോണി ഇങ്ങനെ ആടി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് കമ്പ്രന്മാരായി ഈ മഹർഷിമാരെല്ലാവരും, മഹർഷിമാരും സത്യവ്രതനും. അങ്ങനെ ആ കത്തൽ കമ്പ കമ്പ്രേഷു ച തേഷു, അവർ സത്യവ്രതനും മഹർഷിമാരും ഈ തോണിയുടെ ഇളക്കം കൊണ്ട്, ആട്ടം കൊണ്ട് ഭയപ്പെട്ടു തുടങ്ങിയതായ അവസരത്തിൽ ഭൂയഃ വീണ്ടും ത്വം അംബുധേരാവിരഭൂർമഹീയാൻ, വീണ്ടും ത്വം അങ്ങ് അംബുധേഹേ, അംബുധിയിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന്, അംബുധേഹേ എന്ന് അവിടെ പദം മുറിക്കുമ്പോൾ അങ്ങനെ, ഭൂയഃ ത്വം അംബുധേഹേ ആവിരഭൂഹു മഹീയാൻ എന്നാണ് പദം മുറിക്കുക. ത്വം അങ്ങ് അംബുധേഹേ, അംബുധിയിൽ നിന്ന്, ആവിരഭൂഹു പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? മഹീയാൻ മഹിമയോടുകൂടിയതായ അങ്ങ്, ഏറ്റവും അധികം മഹിമയോടുകൂടിയ അങ്ങ് ആ അംബുധിയിൽ നിന്ന് പ്രത്യക്ഷമായി എന്നാണ്. എങ്ങനെയാണ് പ്രത്യക്ഷമായത് എന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. അതായത് ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലാണ്. ആവിരഭൂർ മഹീയാൻ, മഹീയാനായിട്ടുള്ള അങ്ങ് അതിശയേന മഹത്വമുള്ള രൂപത്തോടും വലുപ്പത്തോടും കൂടിയതായ അങ്ങ്, വളരെ വലിയതായ രൂപത്തിലുള്ളതായ അങ്ങ്. എന്താ വെച്ചാൽ ഈ പ്രളയജലത്തിലെ തോണിയെ വഹിക്കാൻ വേണ്ടതായിട്ടുള്ളത് വേണമല്ലോ. അപ്പം അതിനുള്ളതായിട്ടുള്ള അത്യധികമായ ശരീരത്തോടു കൂടിയ, വലിയതായ ശരീരത്തോടു കൂടിയ, മഹത്വത്തോടു കൂടിയ അങ്ങ് ആ മഹർഷിമാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഛശാകൃതിം യോജനലക്ഷദീർഘം ദധാനമുച്ചൈസ്തര തേജസം ത്വം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധു. ഛശാകൃതിയായിട്ടാണ്. ഛഷം എന്ന് പറഞ്ഞാൽ മത്സ്യം. മത്സ്യത്തിൻ്റെ ആകൃതിയോട് കൂടിയിട്ടാണ് അങ്ങ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. ആ ഛശാകൃതിയും എങ്ങനെയുള്ളതായിട്ടുള്ള ഛശാകൃതിയാണ്? യോജനലക്ഷ ദീർഘം, 1,00,000 യോജന ദീർഘമുള്ളതായ, യോജന എന്ന് പറഞ്ഞാൽ വലിയൊരു അളവാണ്. ആ 1,00,000 യോജന ദീർഘമായിട്ടുള്ള, നീളമുള്ളതായിട്ടുള്ള ഛശാകൃതി, അത്ര വളരെ വലിയതായിട്ടുള്ള ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. ഛശാകൃതിം യോജന ലക്ഷ ദീർഘാം ദധാനം, ധരിച്ചുകൊണ്ട്, അപ്രകാരമുള്ള ഒരു മത്സ്യത്തിൻ്റെ രൂപത്തെ ധരിച്ചുകൊണ്ട്
ഉച്ചൈസ്തര തേജസം ത്വം അത്യധികമായ തേജസ്സോടുകൂടിയ തേജസം ത്വം അപ്രകാരമുള്ള തേജസ്സോടുകൂടിയ അങ്ങയെ നിരീക്ഷ്യ കണ്ടിട്ട് തുഷ്ടാഹ സന്തുഷ്ടരായ മഹർഷിമാർ തുഷ്ടാ മുനയ തുഷ്ടന്മാരായ സന്തോഷിച്ചതായ മഹർഷിമാർ ത്വദുക്രിയ അങ്ങയുടെ ഉക്തി കൊണ്ട് അങ്ങ് പറഞ്ഞതനുസരിച്ച് അങ്ങയുടെ വാക്കനുസരിച്ച് തന്നെ ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ത്വദുക്തിയ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധു ത്വത്തുംഗശൃംഗേ അങ്ങയുടെ തുംഗമായ ഉന്നതമായ ശൃംഗത്തിൽ ആ കൊമ്പിൽ ശൃംഗേ തരണിം ബബന്ധുവു ആ തരണി തോണി വഞ്ചി ആ തോണിയെ ബന്ധിച്ചു അങ്ങയുടെ ആ തുംഗമായ ഉന്നതമായ ശൃംഗത്തിൽ തോണിയെ ബന്ധിച്ചു എന്നാണ്. അങ്ങ് തന്നെ ഉപദേശിച്ചതനുസരിച്ച് അങ്ങയുടെ ആ മത്സ്യത്തിൻ്റെ ശൃംഗത്തിൽ കൊമ്പിൽ ഇവർ തോണി ബന്ധിച്ചു. അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തോണിയേതിൽ ആ മത്സ്യത്തിൻ്റെ കൊമ്പത്ത് തന്നെ കെട്ടിയിട്ടു എന്നാണ് പറയണത്. അങ്ങനെ ഭഗവാൻ തന്നെ ഭൂമിദേവിയെ തോണിയാക്കി അയച്ചു അവരുടെ അടുത്തേക്ക്. ആ തോണിയിൽ കയറിയ അവർക്ക് വീണ്ടും ഭയം ഉണ്ടായപ്പോൾ ഭഗവാൻ തന്നെ ഒരു ലക്ഷയോജനം ദീർഘമായിട്ടുള്ള മത്സ്യത്തിൻ്റെ ആകൃതി സ്വീകരിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായ അങ്ങയെ കണ്ട് മഹർഷിമാരൊക്കെ തുഷ്ടന്മാരായി സന്തോഷിച്ചു. അങ്ങനെ സന്തോഷിച്ചതായ അവർ അങ്ങയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ തോണിയെ ബന്ധിച്ചു. മത്സ്യത്തിൻ്റെ ശൃംഗത്തിൽ ഉത്തുംഗമായ ശൃംഗത്തിൽ വളരെ ഉയർന്നതായ ആ ശൃംഗത്തിൽ തരണിയെ ബന്ധിച്ചു എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം. 3 ശ്ലോകം ഒന്നിച്ച് ചെല്ലാം. പ്രാപ്തേ ത്വദുക്തേഹനി വാരിധാരാപരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുഘൂർണമാന ശരണം യയൗ ത്വം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പേമാരി വന്നങ്ങു പറഞ്ഞ നാളിൽ ജലത്തിലായി ഭുവനം സമസ്തം അനന്തമാഴിയിലുഴറും മുനീന്ദ്രൻ സപ്തർഷിമാരോടെ ഭജിച്ചു നിന്നെ. ധരം തുദാദേശകരീമവാപ്തം നവരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകംപ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവാൻ പറഞ്ഞിട്ടൊരു തോണിയായി ഭൂമി അതിൽ കേറി നൃപൻ മുനീന്ദ്രർ അതിൻ കുലുക്കത്തിലവർ ഭയന്നു വെള്ളത്തിലങ്ങധ പൊങ്ങിക്കൂറ്റൻ. ശശാകൃതിം യോജനലക്ഷദീർഘം ദധാനമുച്ചൈസ്തര തേജസം ത്വം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധു ബന്ധിച്ചു. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. 100,000 യോജനയായ മീനാം തേജസ്വിയാമങ്ങയാ മുനീന്ദ്രർ കണ്ടിട്ടു ബന്ധിച്ചഥ തോണി ദുഷ്ടർ ഭവാന്റെ കൊമ്പത്തു ഭവേച്ഛ മൂലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.